വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് CSCBയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗമാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് 2 ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പാർട്ട് 1 ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് നമ്മൾ ചെയ്തു. ഇനി ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാര്യനിർവഹണ സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേന്ദ്ര സമിതിയുണ്ട്, സംസ്ഥാന സമിതി ഉണ്ടെന്ന് പറഞ്ഞു. കേന്ദ്ര സമിതിക്കകത്ത് നമ്മുടെ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരടങ്ങുന്നതാണെന്നും സംസ്ഥാന തലം വരുമ്പോൾ മുഖ്യമന്ത്രി, ഗവർണർ എന്നിവരടങ്ങുന്ന ലഫ്റ്റനന്റ് ജനറൽമാർ എന്നിവരടങ്ങുന്നതാണ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 2 ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 2 ആണ്. അതിൽ രാഷ്ട്രപതി, അതിലാദ്യം ചെയ്യുന്ന ആരെയാണ്? രാഷ്ട്രപതി. നമ്മുടെ മൊത്തം രാഷ്ട്രപതിമാരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് പോയിരിക്കുന്നത്. രാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണ തലവനാണ്. ആര്? രാഷ്ട്രപതി. ഇന്ത്യയുടെ ഭരണ തലവനാണ് രാഷ്ട്രപതി. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ 52. നമ്മൾ നേരത്തെ ആർട്ടിക്കിൾ എല്ലാം ആദ്യത്തെ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്, അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കേൾക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് തറവാവും. അതായത് എന്താണ് രാഷ്ട്രപതി? ഇന്ത്യയുടെ ഭരണത്തലവൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ പ്രധാനമന്ത്രി എന്ന് എഴുതി വെക്കും. പ്രധാനമന്ത്രി അല്ല. ആരാണ് ഇന്ത്യയുടെ ഭരണത്തലവൻ എന്നറിയപ്പെടുന്നത്? രാഷ്ട്രപതിയാണ്. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ 52 ആണ്. എന്നിട്ട് രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 52 ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ഫാക്ട് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ രാഷ്ട്രപതിക്ക് എന്തൊക്കെ അധികാരങ്ങളുണ്ട്, എപ്പോഴൊക്കെ രാഷ്ട്രപതി നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു, രാഷ്ട്രപതിയുടെ യോഗ്യതകൾ എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല. രാഷ്ട്രപതി എന്തിന്റെ അംഗമല്ല? ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിന്റെ മെയിൻ ഹെഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? രാഷ്ട്രപതിയാണ്. പക്ഷെ പറയുന്നു രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റ് അംഗമല്ല. എന്നാൽ പാർലമെന്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ഈ ചുമതലകൾ നിർവഹിക്കുന്നതിനാൽ രാഷ്ട്രപതി പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. അന്നേരം ഇതൊക്കെ ചോദിക്കാം, എന്തുകൊണ്ടാണ് രാഷ്ട്രപതിയെ പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകം എന്ന് അറിയപ്പെടുന്നതെന്ന് ചോദിച്ച് സ്റ്റേറ്റ്മെന്റ് വരാം ക്വസ്റ്റ്യൻ. അതിന് എന്തൊക്കെയാണ്? രാഷ്ട്രപതി പാർലമെന്റിൽ അംഗമല്ല, രാജ്യസഭയിലും അംഗമല്ല, ലോകസഭയിലും ഒന്നും അംഗമല്ലാത്ത നോമിനേറ്റഡ് വ്യക്തി ഒന്നുമല്ല ആര്? രാഷ്ട്രപതി. എന്നാൽ അദ്ദേഹത്തിന്റെ അധികാരങ്ങളൊക്കെ നോക്കി, അദ്ദേഹത്തിന് എന്തൊക്കെ പവർ ഉണ്ടെന്ന് നോക്കി. പാർലമെന്റ് സമ്മേളനം വിളിക്കണം. ആരുടെ അനുമതി ഉണ്ടെങ്കിലേ പറ്റൂ? രാഷ്ട്രപതിയുടെ. സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. നമ്മൾ പറയത്തില്ലേ രാജ്യസഭ, ലോകസഭ അംഗീകരിച്ചു ഏറ്റവും അവസാനം ആരുടെ ഒപ്പ് വേണം? രാഷ്ട്രപതിയുടെ ഒപ്പ് വേണം. അന്നേരം ബില്ലുകൾക്ക് അംഗീകാരം നൽകുക. ഈ ചുമതലകൾ നിർവഹിക്കുന്ന രാഷ്ട്രപതി പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. കേന്ദ്ര ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റാണ്: പാർലമെന്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നിവയാണ് രാഷ്ട്രപതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരങ്ങൾ. അതിൽ രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല. എന്നാൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് കൊണ്ട് പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമായിട്ട് ആരെ കണക്കാക്കുന്നു? രാഷ്ട്രപതി. ഇമ്പോർട്ടന്റ് ആണ് ഈ 3 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? രാഷ്ട്രപതിയിലാണ്. ഇതൊക്കെ ഓൺവേഡ് ക്വസ്റ്റ്യൻ ആണ്. GK ക്വസ്റ്റ്യൻ ചോദിക്കും. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് ആരിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരിലാണ്? രാഷ്ട്രപതിയിലാണ്. എന്നാൽ ഈ അധികാരങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. നോക്കി ഈ 2 പോയിന്റ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് ആരിലാണ്? രാഷ്ട്രപതിയിലാണ്. എന്നാൽ ഈ അധികാരങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. ആരുടെ നേതൃത്വത്തിലുള്ള? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ഈ അധികാരങ്ങൾ നടപ്പിലാക്കുന്നത്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി ചുമതലകൾ നിർവഹിക്കുന്നത്. മന്ത്രിസഭയുടെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്വേച്ഛാധിപരമായിട്ട് അധികാരമില്ല.
പക്ഷേ ആരുടെ ഉപദേശം വേണം? മന്ത്രിസഭാ അംഗങ്ങളുടെ, രാജ്യസഭാ അംഗങ്ങളുടെയും ലോകസഭാ അംഗങ്ങളുടെയും എല്ലാം എന്ത് വേണം? ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി ചുമതലകൾ നിർവഹിക്കുന്നത്. കേന്ദ്രം നോക്കിയ ഈ 3 പോയിന്റ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. എന്നാൽ ഈ അധികാരങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി ചുമതലകൾ നിർവഹിക്കുന്നത്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി ചുമതലകൾ നിർവഹിക്കുന്നത്. ഇനി നോക്കിയേ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ്. നമ്മൾ പറഞ്ഞു രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 52 എന്ന് പറഞ്ഞു. ഇനി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ എത്രയാണ്? 54. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ എത്രയാണ്? 54 രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ആർട്ടിക്കിൾ. ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഒറ്റ വാക്കിൽ ആൻസർ പറഞ്ഞാൽ ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ആരാണ്? ഇലക്ട്രൽ കോളേജ് ആണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഇലക്ട്രൽ കോളേജ് ആണ്. ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഈ സെന്റൻസിന് നല്ല പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ വാക്കിന് ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇവിടെ രണ്ടിടത്ത് നോമിനേറ്റഡ് അംഗങ്ങളുണ്ട്. അതിന് ആ അംഗങ്ങൾക്ക് എന്തിന് അധികാരമില്ല? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനുള്ള അവകാശം ആ നോമിനേറ്റഡ് അംഗങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്നത്, രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിൽ ഉൾപ്പെടുന്നത് ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകസഭയിലും രാജ്യസഭയിലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇനി സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 140 MLA നമ്മളുണ്ട്. നമ്മുടെ കേരളം നോക്കുമ്പോൾ 140 ഉണ്ട്. അല്ലാതെ നമ്മുടെ 28 സംസ്ഥാനങ്ങളുണ്ട്. അവിടെ എല്ലാം കൂടെ ചേർത്തുള്ള MLA സംസ്ഥാന നിയമസഭ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ ഉള്ളൂ, നോമിനേറ്റഡ് അംഗം ഇല്ല നമ്മുടെ സംസ്ഥാന നിയമസഭയില്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ. എവിടത്തെയാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ. മുഖ്യമന്ത്രി ഉള്ളത് ഇവിടെ രണ്ടിടവുമാണ്. എവിടാണ്? ഡൽഹിയിലും പുതുച്ചേരിയിലുമാണ്. ഓക്കെ, അതിന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങൾ പ്രത്യേകിച്ച് എവിടത്തെയാണ്? ഡൽഹിയും പുതുച്ചേരി. എവിടത്തെയാണ്? ഡൽഹി, പുതുച്ചേരി എന്ന് പറഞ്ഞാൽ മറ്റുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലെഫ്റ്റനന്റ് ഗവർണർമാരാണ് എന്ത് നടത്തുന്നത്? ഭരണം നടത്തുന്നത്. ഡൽഹിയിലെയും പുതുച്ചേരിയിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ. അവിടേക്ക് എത്ര ക്വസ്റ്റ്യൻ വരാമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അങ്ങോട്ട് ഇട്ട് വന്നിട്ട് ചോദിക്കും, ഡൽഹി പുതുച്ചേരി അല്ലാത്തവരോട് ഇട്ട് വന്നിട്ട് ചോദിക്കും, ഇതിനകത്ത് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ അധികാരമില്ലാത്ത കേന്ദ്രഭരണ പ്രദേശം ഏത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം നോക്കിയേ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് നമ്മൾ പോകുന്നു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ അനുച്ഛേദം 54 ആർട്ടിക്കിള്. ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്ന ആരാണ്? ഇലക്ട്രൽ കോളേജ്. ഇലക്ട്രൽ കോളേജിൽ ഉൾപ്പെടുന്നത് ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. എവിടത്തെയാണ്? ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ. ബ്രാക്കറ്റിൽ നമ്മൾ ഇടുന്നു ആരൊക്കെയാണ്? ഡൽഹി, പുതുച്ചേരി. എവിടത്തേക്കാണ്? ഡൽഹി, പുതുച്ചേരി. ഇനി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത അംഗങ്ങൾ ഏതൊക്കെ? രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത അംഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്? രാജ്യസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ. രാജ്യസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ. ഇപ്പം അതായത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എന്തില്ല? സംസ്ഥാന നിയമസഭയിൽ നോമിനേറ്റഡ് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഒന്നും ഇല്ല. 141 MLA നമുക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, 140 ഉള്ളു. എന്നാലും ഈ പോയിന്റ് ഒന്നും കിടക്കുക. ചിലപ്പോൾ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നോമിനേറ്റഡ് അംഗങ്ങൾ കാണാൻ ചാൻസ് ഉണ്ടായിരിക്കാം. അന്നേരം സംസ്ഥാന നിയമസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും നാമനിർദ്ദേശപ്പെടുന്നതുമായ അംഗങ്ങൾ. എന്താണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും നാമനിർദ്ദേശപ്പെടുന്നതുമായ അംഗങ്ങൾക്ക് രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾക്കും പറ്റത്തില്ല, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളും. എവിടെയാണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള അംഗങ്ങൾ. എന്താണ്? ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും നാമനിർദ്ദേശപ്പെടുന്നതുമായ അംഗങ്ങൾക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധ്യമല്ല.
ഇനി നോക്കിയേ, നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭാംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ നിയമസഭാംഗങ്ങൾക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ ഏതെങ്കിലും നിയമസഭാ കാലാവധി കഴിയുകയോ പിരിച്ചുവിടുകയോ ചെയ്യപ്പെടുകയും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് മുമ്പ് ആ നിയമസഭയിലേക്ക് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കും വോട്ട് ചെയ്യാൻ കഴിയത്തില്ല. ഒന്നുകൂടെ നോക്കിയേ സെന്റൻസ്. ഏതെങ്കിലും നിയമസഭാ കാലാവധി കഴിയുകയോ, ഏതെങ്കിലും സംസ്ഥാനത്തെ നിയമസഭയ്ക്ക് കാലാവധി കഴിയുകയോ പിരിച്ചുവിടുകയോ ചെയ്യപ്പെടുന്നു. ഓക്കെ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് മുമ്പ് ആ നിയമസഭയിലേക്ക് അംഗങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടില്ല. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് മുമ്പ് ആ നിയമസഭയിലെ അംഗങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടില്ല. അവിടെ പിരിച്ചുവിടുകയാണ്. മുമ്പത്തെ MLA-മാരവിടെ ഉണ്ട്, പക്ഷെ പുതിയ ആളെ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവർക്കും വോട്ട് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ അടുത്ത് വരുന്നുണ്ട്. ഈ ഇലക്ഷൻ അടുത്ത് വരുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ഒരു അവിചാരിത കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ വേണ്ട എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട്, എമർജൻസി കൊണ്ട് എന്തെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നിയമസഭ അങ്ങ് പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ആ നിയമസഭ പിരിച്ചുവിട്ട് അടുത്ത ഇലക്ഷന് മുമ്പ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ 140 MLA-മാർക്കും ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അങ്ങനെ നോക്കിയേ, നമ്മൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ, രാജ്യസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭയിലെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതുമായ അംഗങ്ങൾ, നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശത്തിലെ നിയമസഭാംഗങ്ങൾ, ഏതെങ്കിലും നിയമസഭാ കാലാവധി കഴിയുകയോ പിരിച്ചുവിടുകയോ ചെയ്യപ്പെടുകയും രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് മുമ്പ് ആ നിയമസഭയിലേക്ക് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ഈ രാഷ്ട്രപതിയുടെ കാലാവധി അനുച്ഛേദം 56, രാഷ്ട്രപതി 56, ഇലക്ഷൻ 54. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്, കാലാവധി. രാഷ്ട്രപതിയുടെ കാലാവധി എന്താണ്, അനുച്ഛേദം 54 ഓക്കെ. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്, 5 വർഷമാണ്. അദ്ദേഹം സ്ഥാനമേൽക്കുന്ന അന്ന് മുതൽ, അദ്ദേഹം എന്ന് സ്ഥാനമേൽക്കുന്നു അന്ന് മുതൽ 5 വർഷത്തേക്കാണ് രാഷ്ട്രപതിയുടെ കാലാവധി പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയായി 5 വർഷ കാലാവധി പൂർത്തിയായാലും തന്റെ പിൻഗാമി ചുമതലയേൽക്കുന്നവരുടെ അദ്ദേഹത്തിന് പദവിയിൽ തുടരാം. നേരത്തെ പറഞ്ഞാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നടന്നില്ല എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ പിൻഗാമി അടുത്ത രാഷ്ട്രപതി വരുന്നിടം വരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, രാഷ്ട്രപതിയായിട്ട് തുടരാം. അതായത് രാഷ്ട്രപതിയായി 5 വർഷ കാലാവധി പൂർത്തിയായാലും അദ്ദേഹത്തിന്റെ പിൻഗാമി ചുമതലയേൽക്കുന്നവർ വരെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, പദവിയിൽ തുടരാം എന്ന് പറയുന്നു. ഇനി എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട്. എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കാൻ അർഹതയുണ്ട്. ഓക്കെ, ഇതാണ് രാഷ്ട്രപതിയുടെ കാലാവധിയെ പറ്റി നമുക്ക് പ്രതിപാദിക്കുന്നത്. ഇവിടെ ഒരു സെന്റൻസ് കൊണ്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. രാഷ്ട്രപതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ്, അതായത് 5 വർഷ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ്, രാഷ്ട്രപതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ്. ഇവിടെ എഴുതിയിരിക്കുന്ന സെന്റൻസ് അതാണ്. രാഷ്ട്രപതിയുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് നീക്കം ചെയ്യുന്ന നടപടിക്രമം, നീക്കം ചെയ്യുന്ന നടപടിക്രമത്തിനെ പറയുന്ന പേരാണ് ഇംപീച്ച്മെന്റ്. ഇവിടുത്തെ സെന്റൻസ് അതാണ്. നടപടിക്രമത്തിന്റെ പേരെന്താണ്, ഇംപീച്ച്മെന്റ്. അതൊരു രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന, കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടിക്രമത്തിന്റെ പറയുന്ന പേര് ഇംപീച്ച്മെന്റ്. ഓക്കെ, അതിന്റെ കാലാവധി ഒന്നുകൂടെ നോക്കിയേ. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി 5 വർഷം. അദ്ദേഹം സ്ഥാനമേൽക്കുന്ന അന്നു മുതൽ. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കേണ്ടെന്നത് ഉപരാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിയായി 5 വർഷ കാലാവധി പൂർത്തിയായാലും തന്റെ പിൻഗാമി ചുമതലയേൽക്കുന്നവരുടെ അദ്ദേഹത്തിന് പദവിയിൽ തുടരാം. എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട്. നോക്കിക്കോ, ഈ ഒരു സെന്റൻസ് നേരത്തെ നമ്മൾ പറയാതെ വിട്ടുപോയി. എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട്. രാഷ്ട്രപതി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് നീക്കം ചെയ്യുന്ന നടപടിക്രമത്തിനെ പറയുന്ന പേരെന്താണ്, ഇംപീച്ച്മെന്റ്
ഇമ്പോർട്ടന്റ് ആണ്. ഈ സെന്റൻസ് ഒന്നുകൂടെ നോക്കേ. എത്ര തവണ വേണമെങ്കിലും, ചില രാജ്യങ്ങളിലൊക്കെ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ പറ്റത്തുള്ളൂ. ഇന്ത്യയിൽ എന്താണ്, എത്ര തവണ വേണമെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാൻ അർഹതയുണ്ട്. ഓക്കെ. ഇനി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതകൾ അനുച്ഛേദം 58. നമ്മൾ ഇരട്ട സംഖ്യ വെച്ചങ്ങ് പോയാൽ മതി. 52 ഉണ്ടായിരുന്നു, 54 ഉണ്ടായിരുന്നു, 56 ഉണ്ട്, അടുത്തത് 58. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതകൾ, അദ്ദേഹത്തിന് എന്തൊക്കെ യോഗ്യത ഉണ്ടായിരിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ 58 ആണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, സ്വാഭാവികമായിട്ടും അത് അത്യാവശ്യമാണ്. ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തീകരിക്കണം. ഇതൊക്കെ ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തീകരിക്കണം? 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോകസഭാംഗമായി തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടായി. ലോകസഭ തിരഞ്ഞെടുപ്പിനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ലോകസഭ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. ലോകസഭ അംഗമായിരിക്കണമെന്നല്ല, ലോകസഭ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പാർലമെന്റും രാജ്യസഭയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരാം. ലോകസഭ അംഗത്തിൻ്റെത് രാജ്യസഭ അംഗത്തിൻ്റെയൊക്കെ യോഗ്യതകൾ ഇവിടെ പറഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ മിക്സായി പോവും. അന്നേരം ലോകസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തിയാകരുത്. ആരുടെയാണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തിയാകരുത് എന്നാണ് എന്ത് നിർദ്ദേശിക്കുന്നത്? രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യതകൾ. ഇനി അടുത്ത് നോക്കിയേ. അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ്. അതായത് തൊട്ട് മുമ്പ് ഇരുന്ന 5 വർഷം ഇരുന്ന രാഷ്ട്രപതി ആയാലും അതിനു മുമ്പ് ഇരുന്ന ഉപരാഷ്ട്രപതി ആയാലും അതേ വർഷം തന്നെ ഇരിക്കുന്ന ഗവർണർമാരായ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരായ അവർക്കും എന്ത് ചെയ്യാം? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. എന്താണ്? അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എന്നിവർക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തിയെ 50 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യുകയും 50 അംഗങ്ങൾ പിന്താങ്ങുകയും വേണം. അല്ലേ? മിക്കവാറും ആരാണോ ഭരണത്തിലിരിക്കുന്നത് ആ ഭരണത്തിലിരിക്കുന്ന വ്യക്തിയുടെ ഒരു അനുഭാവി ആയിരിക്കാം എന്ത് രാഷ്ട്രപതിയായിട്ട് തിരഞ്ഞെടുക്കുന്നത്. കാരണം 50 അംഗങ്ങൾ, നമുക്ക് 545 ലോകസഭാ സീറ്റുകളുണ്ട്, അല്ലെ രാജ്യസഭാ സീറ്റുകൾ 250, എല്ലാം കൂടെ കൂട്ടുമ്പോൾ അധികാരത്തിരിക്കുന്ന വ്യക്തിക്ക് 50-ൽ കൂടുതൽ അംഗം, അത് ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പകുതി വരുന്നുണ്ട്. അപ്പൊ 50 അംഗങ്ങൾ എന്തായാലും നാമനിർദ്ദേശം ചെയ്യാനും കാണും, 50 അംഗങ്ങൾ പിന്താങ്ങാനും കാണും. അന്നേരം ഒന്ന് ഓർത്ത് വെക്കുക. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തിയെ എത്ര അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യണം? 50 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യുകയും 50 അംഗങ്ങൾ പിന്താങ്ങുകയും വേണം. 50 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യുകയും 50 അംഗങ്ങൾ പിന്താങ്ങുകയും വേണം. ഒന്നുകൂടെ നോക്കിയേ. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതകൾ പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 58 ആണ്. പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 58 ആണ്. അതിന്റെ കാരണങ്ങൾ, അതിന്റെ റീസണുകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്നുള്ള യോഗ്യതകൾ ഉണ്ടായിരിക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആകരുത്. ഇനി അടുത്തത്, അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എന്നിവർക്ക് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തിയെ 50 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യുകയും 50 അംഗങ്ങൾ പിന്താങ്ങുകയും വേണം. ഇതാണ് രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള യോഗ്യതകൾ. അടുത്ത നോക്കിയേ. രാഷ്ട്രപതി സ്ഥാനം ഒഴിയുന്ന സാഹചര്യങ്ങൾ. രാഷ്ട്രപതി സ്ഥാനം ഒഴിവരുന്ന സാഹചര്യങ്ങൾ. 5 വർഷ കാലാവധി അവസാനിച്ചാൽ, സ്വാഭാവികമായും രാജിവെച്ചാൽ, ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ പുറത്താക്കപ്പെട്ടാൽ, മരണം സംഭവിച്ചാൽ, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെട്ടാൽ. അങ്ങനെ രാഷ്ട്രപതി സ്ഥാനം ഒഴിയുന്ന സാഹചര്യങ്ങൾ എന്താ? ഒഴിവരുന്ന സാഹചര്യങ്ങൾ 5 വർഷ കാലാവധി അവസാനിച്ചാൽ, രാജിവെച്ചാൽ, ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ പുറത്താക്കപ്പെട്ടാൽ, മരണം സംഭവിച്ചാൽ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയാൽ. ഇത് പ്രധാനപ്പെട്ടതാണ്. എല്ലാം പ്രധാനപ്പെട്ടത് തന്നെ. ഇതെന്തായാലും നല്ലോണം ഓർത്തു നോക്കുക. 5 വർഷ കാലാവധി അവസാനിച്ചാൽ, രാജിവെച്ചാൽ, ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ പുറത്താക്കപ്പെട്ടാൽ, മരണം സംഭവിച്ചാൽ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യപ്പെട്ടാലും രാഷ്ട്രപതി സ്ഥാനം ഒഴിവരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. ഓക്കെ. നെക്സ്റ്റ്, രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. നേരത്തെ നമ്മൾ കുറച്ച് അധികാരങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ എല്ലാം കൂടെ നമ്മൾ പഠിക്കുകയാണ്.
എക്സിക്യൂട്ടീവ് കാര്യനിർവഹണ അധികാരങ്ങൾ, ലെജിസ്ലേറ്റീവ് നിയമനിർമ്മാണ അധികാരങ്ങൾ, ജുഡീഷ്യൽ നീതിന്യായ അധികാരം. വേണമെങ്കിൽ കാര്യനിർവഹണ, നിയമനിർമ്മാണ, നീതിന്യായ അധികാരങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യൽ അധികാരങ്ങൾ, സാമ്പത്തിക അധികാരങ്ങൾ. ഇത് മൂന്നും കൂടെ ഒന്നിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെയാ? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ്, ജുഡീഷ്യൽ, കൂടാതെ സാമ്പത്തിക അധികാരങ്ങൾ. ഓക്കെ, ഇത് ഇത് 6-7 പഠിക്കാനായിട്ട് ഇത് മൂന്നും അടുപ്പിച്ച് പറയുന്നത് ഏതാ? എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ, ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ, ജുഡീഷ്യൽ അധികാരങ്ങൾ, അല്ലെങ്കിൽ കാര്യനിർവഹണ അധികാരങ്ങൾ, നിയമനിർമ്മാണ അധികാരങ്ങൾ. എന്താണ്? കാര്യനിർവഹണ അധികാരങ്ങൾ, നിയമനിർമ്മാണ അധികാരങ്ങൾ, ജുഡീഷ്യൽ അല്ലെങ്കിൽ നീതിന്യായ അധികാരങ്ങളുണ്ട്. ഓക്കെ, ഇനി അടുത്തത് സാമ്പത്തിക അധികാരങ്ങൾ. അടുത്ത എന്താണ്? സാമ്പത്തിക അധികാരങ്ങൾ. ഓക്കെ, അടുത്ത നയതന്ത്ര അധികാരങ്ങൾ, സൈനിക അധികാരങ്ങൾ, അടിയന്തരാവസ്ഥ അധികാരങ്ങൾ. അടിയന്തരാവസ്ഥ കാലത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ആ അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? രാഷ്ട്രപതിക്ക്. എന്നാൽ ഇത് മൂന്നും കൂടെ എന്ന് പറഞ്ഞാൽ ഇത് 4 കൂടെ സാമ്പത്തിക, നയതന്ത്ര, സൈനിക, അടിയന്തര അവസ്ഥ അധികാരങ്ങൾ. അന്നേരം രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ജുഡീഷ്യൽ, എക്സിക്യൂട്ടീവ്, പിന്നെ എന്താണ് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ, സാമ്പത്തിക അധികാരങ്ങൾ, നയതന്ത്ര അധികാരങ്ങൾ, സൈനിക അധികാരങ്ങൾ, അടിയന്തരാവസ്ഥ അധികാരങ്ങൾ എന്നിവ ആർക്കുണ്ട്? രാഷ്ട്രപതിക്ക് ഉണ്ട്. ഇനി രാഷ്ട്രപതി നിയമിക്കുന്നവർ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെയൊക്കെ ഒരു കോപ്പറേറ്റീവ് ബാങ്കിന്റെ പരീക്ഷകൾക്കൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഈ കിടക്കുന്നത്. ഇത്രയും രാഷ്ട്രപതി ആരെയൊക്കെ നിയമിക്കുമെന്ന്, ഇന്നാളെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് രാഷ്ട്രപതി നിയമിക്കുന്നത് പ്രധാനമന്ത്രിമാരെയും മറ്റു മന്ത്രിമാരെയും, നമ്മുടെ പ്രധാനമന്ത്രിയും മറ്റു കേന്ദ്രമന്ത്രിമാരെയും ആര് നിയമിക്കുന്നുണ്ട്? രാഷ്ട്രപതി. അറ്റോർണി ജനറൽമാരെ ആരെയാണ്? അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അതിന് അറ്റോർണി ജനറലും CNDG. അതിന് പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരെയും അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാർ. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. സുപ്രീം കോടതി, ഹൈക്കോടതി, സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതിയുണ്ട്. ആ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ആരെയാണ്? ചീഫ് ജസ്റ്റിസുമാരെ. ഇലക്ഷൻ കമ്മീഷണർമാരെ, ഇലക്ഷൻ കമ്മീഷണറും, പിന്നെ അതിനകത്ത് കമ്മീഷൻ 5 അംഗങ്ങളോ 3 അംഗങ്ങളോ ഒക്കെ വരുന്നുണ്ട്. അതിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും അതിന്റെ കമ്മീഷണർമാരെയും മറ്റ് കമ്മീഷണർമാരെ. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെ, UPSC ചെയർമാൻ അംഗങ്ങൾ, UPSC ചെയർമാനും ഉണ്ട്, UPSC അംഗങ്ങളെയും നിയമിക്കുന്നുണ്ട്. അടുത്ത ഫിനാൻസ് കമ്മീഷണർ ചെയർമാനും സംസ്ഥാന ഗവർണർമാർ. ഫിനാൻസ് കമ്മീഷണർ ചെയർമാൻ, സംസ്ഥാന ഗവർണർമാർ. ഓക്കെ, ഇതെല്ലാം കാണാൻ പഠിക്കണം. ഒരെണ്ണം പോലും കാണാൻ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അന്നേരം രാഷ്ട്രപതി നിയമിക്കുന്നത് ആരെയൊക്കെയെന്ന് വെച്ചാൽ പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാർ, അറ്റോർണി ജനറൽ, CNDG, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാർ, ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറും കമ്മീഷണർമാരും, UPSC ചെയർമാൻ, അതിനകത്തെ അംഗങ്ങൾ, ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ, സംസ്ഥാന ഗവർണർമാർ. സംസ്ഥാന ഗവർണറും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇവരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി അടിയന്തരാവസ്ഥ അധികാരങ്ങൾ. അതായത് നമുക്ക് രാഷ്ട്രപതിക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. അതിലൊരെണ്ണം നമ്മൾ എടുത്തു പറയാണ് അടിയന്തരാവസ്ഥ അധികാരങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞു അടിയന്തരാവസ്ഥ അധികാരങ്ങൾ ആർക്കുണ്ട്? രാഷ്ട്രപതിക്കുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ അനുച്ഛേദം 352, സംസ്ഥാന അടിയന്തരാവസ്ഥ അനുച്ഛേദം 356, 65, സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360 എന്നിവ പ്രഖ്യാപിക്കാനുള്ള അധികാരം. എന്നിട്ട് നമ്മൾ അടിയന്തരാവസ്ഥയുടെ ആർട്ടിക്കിളൂടെ പറഞ്ഞു പോകുന്നു. ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസി, ആർട്ടിക്കിൾ 352. സംസ്ഥാന അടിയന്തരാവസ്ഥ 2 ഉണ്ട്, 356, 365, 356, 365. സാമ്പത്തിക അടിയന്തരാവസ്ഥ അനുച്ഛേദം 360 എന്നിവ പ്രഖ്യാപിക്കാനുള്ള അധികാരം. അതായത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ, സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ, സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരങ്ങൾ ആർക്കുണ്ട്? രാഷ്ട്രപതിക്ക്. ആ ആർട്ടിക്കിൾ നല്ലവണ്ണം പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356, 365. അടുത്തത് സാമ്പത്തിക അടിയന്തരാവസ്ഥ 360 എന്നിവ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇനി അടിയന്തരാവസ്ഥയെ പറ്റി നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം, നമ്മൾ ഭാഗമൊക്കെ കോളം വരച്ച് പഠിച്ചിട്ടുണ്ട്. വീണ്ടും നാണ്ടത് ഒന്നുകൂടെ വരികയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 10, 8, 18.
അല്ലേ? 18. അതിന് ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം എത്രയാണ്? ഭാഗം 18. 18 അങ്ങനെ എഴുതത്തില്ല, ഇങ്ങനെ എഴുതത്തുള്ളൂ. ഇനി അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 352 മുതൽ 60 വരെ. അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു 352 ഉണ്ട്, 356 ഉണ്ട്, 360 ഉണ്ട്, അടുത്ത 365 ഉണ്ട്. ഇത്രയുണ്ട്. അന്നേരം എന്താണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ. 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. നമ്മൾ നേരത്തെ കണ്ടു, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അന്നേരം അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന ആശയം ഇന്ത്യ എവിടെ നിന്ന് സ്വീകരിച്ചു ചോദിച്ചാൽ ജർമ്മൻ ഭരണഘടന. നമ്മുടെ ഭരണഘടനയിൽ നിന്ന് കുറെ ആശയങ്ങൾ, നമ്മുടെ ഭരണഘടന കുറെ ആശയങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ചതായിട്ട് നമ്മൾ ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂടുതൽ ഇത് പറഞ്ഞു തന്നതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. എന്നാൽ അടിയന്തരാവസ്ഥ എന്ന ആശയം സ്വീകരിച്ചത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ്. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രതിപാദിക്കുന്നു. നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, എക്കണോമിക് എമർജൻസി. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. അതിന് പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര തരത്തിലേ ഉള്ളൂ? 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രതിപാദിക്കുന്നു. ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അടിയന്തരാവസ്ഥ? 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥ പ്രതിപാദിക്കുന്നു. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ അനുച്ഛേദം 352. ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 352. യുദ്ധം, വിദേശ കടന്നുകയറ്റം, സായുധ വിപ്ലവം അല്ലെങ്കിൽ കലാപം എന്നീ സന്ദർഭങ്ങളിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. യുദ്ധം നമ്മൾ കണ്ട് 62 ചൈന യുദ്ധം, 71 പാകിസ്ഥാൻ യുദ്ധം, 75 പാകിസ്ഥാൻ യുദ്ധമൊക്കെ വന്നപ്പോൾ നമ്മൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുദ്ധം, വിദേശ കടന്നുകയറ്റം. എന്താണ് വിദേശ കടന്നുകയറ്റം? സായുധ വിപ്ലവം, കലാപം, സംസ്ഥാനത്തുണ്ടാകുന്ന രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന കലാപങ്ങൾ എന്നീ സന്ദർഭങ്ങളിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ യുദ്ധം, വിദേശ കടന്നുകയറ്റം, സായുധ വിപ്ലവം അല്ലെങ്കിൽ കലാപം എന്നീ സന്ദർഭങ്ങളിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുകൂടെ നോക്കേ, എവിടൊക്കെയാണ്? യുദ്ധം, ഇത് പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ബാക്കി കാര്യങ്ങൾ തൊട്ടടുത്തതിനകത്തുണ്ട്. യുദ്ധം, വിദേശ കടന്നുകയറ്റം, സായുധ വിപ്ലവം എന്നീ സന്ദർഭങ്ങളിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇനി അതിനകത്ത് ചില സംശയങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ പറയുന്നത്. യുദ്ധം, വിദേശ കടന്നുകയറ്റം എന്നിവ മൂലം പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥ അറിയപ്പെടുന്നത് ബാഹ്യ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എക്സ്റ്റേണൽ. പുറത്തു നിന്നല്ലേ യുദ്ധം വരുന്നത്, മറ്റു രാജ്യങ്ങളിൽ യുദ്ധം വരുന്നതും. പിന്നെന്താണ് പറഞ്ഞേക്കുന്നത്? വിദേശ കടന്നുകയറ്റം. അന്നേരം യുദ്ധവും വിദേശ കടന്നുകയറ്റം എന്നിവ മൂലം പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയെ ബാഹ്യ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എമർജൻസി എന്നും, സായുധ വിപ്ലവം, കലാപം മൂലം പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയെ ആഭ്യന്തര അടിയന്തരാവസ്ഥ. ഇന്ത്യൻ, അതായത് നമ്മുടെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നല്ല രീതിയിൽ എന്താണ് കലാപങ്ങൾ ഉണ്ടാവുന്നു, അത് നമ്മുടെ ബാക്കി എല്ലാ സംസ്ഥാനത്തെയും എഫക്ട് ചെയ്യുന്നു. അതായത് നമ്മളിപ്പം ഇറാൻ യുദ്ധം, ഇറാൻ ഇസ്രായേൽ യുദ്ധം, അമേരിക്ക യുദ്ധമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ലേ? ഇപ്പം ഗ്യാസ് കണക്ഷൻ, അങ്ങനെ പലതും അതായത് നമ്മുടെ എനർജി മൊത്തവും എല്ലാ രാജ്യങ്ങളുടെയും എനർജി കൊണ്ടുവരുന്നത് ആ ഒരു കടൽ, ഹോർമൂസ കടലിടുക്കിലൂടെയാണ്. അത് അടഞ്ഞപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ലേ? അതുപോലെ തന്നെയാണ് സായുധ വിപ്ലവം, കലാപം മൂലം പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥ അറിയപ്പെടുന്നത് ആഭ്യന്തര അടിയന്തരാവസ്ഥ. ഈ പറയുന്ന നമ്മളിപ്പം നമുക്ക് മണിപ്പൂരിലൊക്കെ നമുക്ക് രാഷ്ട്രപതി ഭരണമൊക്കെ ആയിരുന്നു, ഇപ്പൊ അത് മാറിയിട്ടുണ്ട്. അന്നേരം ആ പറയുന്ന അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും അതായത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പലതും കയറ്റി അയക്കുന്ന കുറച്ച് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അല്ലേ? അന്നേരം ഇപ്പൊ കാർഷികമായിട്ട് എന്തെങ്കിലും നമ്മുടെ തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മളെ അഫക്റ്റ് ചെയ്യും, കേരളത്തെ അഫക്റ്റ് ചെയ്യും. കേരളം മാത്രമല്ല, ഇന്ത്യ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യും. കാരണം കാർഷികം കൂടുതലും കയറ്റി വരുന്നത് എവിടെ നിന്നാണ്? തമിഴ്നാട് നിന്നാണ്. അതാണ് പറഞ്ഞത് ആഭ്യന്തര അടിയന്തരാവസ്ഥ. കലാപം മൂലം, സായുധ വിപ്ലവം, കലാപം മൂലം പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥ എന്തെന്നറിയപ്പെടുന്നു? ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് അറിയപ്പെടുന്നു. എന്നിട്ട് രണ്ടും കിട്ടിയേ.
അടുത്തത് 1976 46ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം രാജ്യത്തിന് ഒരു ഭാഗത്ത് മാത്രമായി രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം നൽകി. ഓക്കെ, 1976 42ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരം രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമായി രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം നൽകി. ഭരണഘടന നിലവിൽ വരുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളായി ചേർത്തിരുന്നത് യുദ്ധം, വിദേശ കടന്നുകയറ്റം, ആഭ്യന്തരാവസ്ഥ. ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളായി ചേർത്തിരുന്നത് യുദ്ധം, വിദേശ കടന്നുകയറ്റം, ആഭ്യന്തര അസ്വസ്ഥത. അതായത് നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ആയിരിക്കാം, കലാമിറ്റികളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വർഗീയ വിപ്ലവങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, മതപരമായ വിപ്ലവങ്ങളോ ഒക്കെ ആയിരിക്കും. അതാണ് ഈ ആഭ്യന്തര അസ്വസ്ഥത എന്ന് പറയുന്നത്. ഇതിന് ഭരണഘടന നിലവിൽ വരുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളായി ചേർത്തിരുന്നത് യുദ്ധം, വിദേശ കടന്നുകയറ്റം, ആഭ്യന്തര അസ്വസ്ഥത എന്നിവയാണ്. ആഭ്യന്തര അസ്വസ്ഥത എന്ന പദം മാറ്റി സായുധ വിപ്ലവം എന്നാക്കിയ ഭേദഗതി 1978 44ാം ഭരണഘടനാ ഭേദഗതി. നമ്മൾ ഇൻട്രൊഡക്ഷനകത്ത് അങ്ങനല്ലേ തന്നത്, നോക്കിയേ. സായുധ വിപ്ലവം, കലാപം, അങ്ങനെ അത് കൂട്ടിച്ചേർത്തത്. നേരത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്നായിരുന്നു അതിന്റെ പേര്. ഈ ആഭ്യന്തര അസ്വസ്ഥത എന്ന പദം മാറ്റി സായുധ വിപ്ലവം അല്ലെങ്കിൽ എന്താണ്, കലാപം, സായുധ വിപ്ലവം അല്ലെങ്കിൽ കലാപം എന്നാക്കിയ ഭേദഗതി 1978 44ാമത് ഭേദഗതി. 1978 44ാമത് ഭേദഗതി. കേന്ദ്ര മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. ആരുടെയാണ്? കേന്ദ്ര മന്ത്രിസഭയുടെ. അന്നേരം ആ പറയുന്ന അംഗങ്ങളെല്ലാം അംഗീകരിച്ചെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം കേന്ദ്ര മന്ത്രിസഭയുടെ രേഖാമൂലമുള്ള ശുപാർശയിൽ മാത്രമേ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. ഇനി കുറച്ച് കേസുകളുണ്ട് കേട്ടോ. ആ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ദുരുദ്ദേശത്താലോ അപ്രസക്തമായ കാരണങ്ങളാലാണോ ആണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ, അതായത് ചിലപ്പം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അടുത്ത ഇലക്ഷനിൽ വിജയിക്കാൻ പറ്റത്തില്ല, അങ്ങനെ അത് പ്രമാണിച്ച് അവർ എന്തെങ്കിലും റീസൺ കൊണ്ട് എമർജൻസി പ്രഖ്യാപിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം. അതാണ് പറഞ്ഞേക്കുന്നത്, ദുരുദ്ദേശത്താലോ അപ്രസക്തമായ കാരണങ്ങളാലോ ആണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അവയെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന്, ജുഡീഷ്യൽ റിവ്യൂ ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് മിനർവ മിൽസ് കേസ്. 1980 മിനർവ മിൽസ് കേസ്. അങ്ങനെ നോക്കിയേ, നമുക്ക് അങ്ങനെയൊന്നും പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, അതിനെല്ലാം നമുക്ക് അവകാശങ്ങളും കിടപ്പുണ്ട്. അന്നേരം ദുരുദ്ദേശത്താലോ അപ്രസക്തമായ കാരണങ്ങളാലോ ആണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അവയെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് മിനർവ മിൽ കേസ് 1980. ചോദിച്ചിട്ടുണ്ട്, കേസിന്റെ വർഷമാണ് ചോദിച്ചത്, റീസൺ ചോദിച്ചിട്ടുള്ള കേസിന്റെ വർഷം ചോദിച്ചു. മിനർവ മിൽസ് കേസ് 1900 ഏത് വർഷമായിരുന്നു? 1980. അപ്പൊ അന്ന് ആ ക്വസ്റ്റ്യൻ കണ്ടവർ വിചാരിച്ചു ഈ മിനർവ മിൽ കേസ് എന്നൊക്കെ പറഞ്ഞ് എന്താ ചോദിക്കാൻ കാര്യം. അന്നേരമാണ് നമ്മൾ അറിയുന്നത് എന്താണ് അതിന്റെ റീസൺ, എന്താണ് ദുരുദ്ദേശത്താലോ അപ്രസക്തമായ കാരണങ്ങളാലോ ആണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അവയെ കോടതിയെ ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് ജുഡീഷ്യൽ റിവ്യൂവിന് സുപ്രീം കോടതി വിധിച്ച കേസ് എന്ന് ചോദിച്ചാൽ മിനർവ മിൽസ് കേസ്. മില്ലാണ് മിൽ. ഇനി ദേശീയ അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ ആർട്ടിക്കിൾ 20, 21 എന്നിവ ഒഴികെയുള്ളവർ റദ്ദ് ചെയ്യപ്പെടുമെന്ന് പ്രഖ്യാപിക്കുന്ന അനുച്ഛേദമാണ് 359. നമ്മൾ ആർട്ടിക്കിൾ എല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ദേശീയ അടിയന്തരാവസ്ഥ ഉള്ളപ്പോൾ ആർട്ടിക്കിൾ 20, 21 എന്നിവ ഒഴികെയുള്ളവ റദ്ദ് ചെയ്യപ്പെടുമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതെന്ന് ചോദിച്ചാൽ 359 ആണ്. ഇന്ത്യയിൽ ഇതുവരെ 3 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് 3 യുദ്ധം മൂലമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടോ. 62 ചൈന യുദ്ധം, 72 71 പാകിസ്ഥാൻ യുദ്ധം, 75 പാകിസ്ഥാൻ യുദ്ധമാണ്. അതിന് 61, 62, 71, 75 എന്നീ വർഷങ്ങളിലാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഇതുവരെ എത്ര തവണ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? 3 തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1962, 1971, 75 ചൈന യുദ്ധം,
62-ല് 71-ല് പാകിസ്ഥാൻ യുദ്ധം, വീണ്ടും 75-ൽ ഏത് യുദ്ധമാണ്? പാകിസ്ഥാൻ യുദ്ധം. അതിൽ എമർജൻസി ഏറ്റവും പ്രധാനപ്പെട്ടത് 75-ലെ നാഷണൽ എമർജൻസി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതിൽ 1962-ൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ചൈനയുടെ കടന്നുകയറ്റം, ചൈന യുദ്ധമാണ്. ഓക്കെ, ഇനി ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 62-ല് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഓക്കെ, നമ്മൾ രാഷ്ട്രപതിയൊക്കെ ഇനി അങ്ങോട്ട് പഠിക്കും, അവിടെ നമുക്കിത് കേൾക്കാം. അതിൽ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. അതിൽ 1971-ൽ രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരി. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരി. 1975-ൽ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ആഭ്യന്തര അസ്വസ്ഥത. 1975-ൽ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ആഭ്യന്തര അസ്വസ്ഥതയാണ്. ഏതാണ്? ആഭ്യന്തര അസ്വസ്ഥത. നേരത്തെ പറഞ്ഞായിരുന്നു പാകിസ്ഥാൻ യുദ്ധവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബംഗ്ലാദേശിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ആഭ്യന്തര അസ്വസ്ഥത. എന്താണ്? 1975-ല് എന്താണ്? ആഭ്യന്തര അസ്വസ്ഥത. അത് പാകിസ്ഥാൻ രണ്ടു വട്ടം പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയമാണ്. അതിൽ ആഭ്യന്തര അസ്വസ്ഥതയാണ് 1975-ൽ എന്ത് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം. അതിന് രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരിയാണ്. എന്തുകൊണ്ട്? അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ച വ്യക്തിയെ പറയാനെന്ന് വെച്ചാൽ അതിന് റീസൺ ഉണ്ട്. അതായത് നോക്കിയേ, മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ, രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരിയെങ്കിൽ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഈ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഇരിക്കുമ്പോൾ തന്നെയാണ് മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആഭ്യന്തര അസ്വസ്ഥത മൂലമാണ് എന്ത് പ്രഖ്യാപിക്കുന്നത്? മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രണ്ടും മൂന്നും ദേശീയ അടിയന്തരാവസ്ഥകൾ പിൻവലിച്ചത് BD ജെട്ടി. അന്നേരം രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കെ തന്നെയാണ് ആഭ്യന്തര അസ്വസ്ഥത മൂലം 1975-ൽ എന്ത് പ്രഖ്യാപിക്കുന്നത്? മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. രണ്ടും മൂന്നും ദേശീയ അടിയന്തരാവസ്ഥകൾ പിൻവലിച്ചത് BD ജെട്ടി. അന്നേരം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയും രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥയും വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരി. 1975-ൽ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ആഭ്യന്തര അസ്വസ്ഥതയാണ്. ഈ മൂന്നാമത്തെയും രണ്ടാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ ഒരുമിച്ചാണ് പിൻവലിച്ചിരിക്കുന്നത് BD ജെട്ടി. അത് പിൻവലിച്ചത് 1977-ലാണ്. ഓക്കെ, അന്നേരം മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്, പിൻവലിച്ചത് BD ജെട്ടിയാണ്. ഓക്കെ, 75-ലെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ഷാ കമ്മീഷൻ. 75-ലെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഷാ കമ്മീഷനാണ്. ഓക്കെ, അന്നേരം ഒന്നുകൂടെ നോക്കിയേ, നമുക്ക് അത്യാവശ്യമാണിത്. ഓക്കെ, ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈൻ. ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം 62-ലെ ചൈന യുദ്ധമാണ്. 1962-ലെ ചൈന യുദ്ധം. ഇനി 1971-ൽ രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമാണ്. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരിയാണ്. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വി ഗിരിയാണ്. 1975-ൽ മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ആഭ്യന്തര അസ്വസ്ഥതയാണ്. എന്താണ്? ആഭ്യന്തര അസ്വസ്ഥത. മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. രണ്ടും മൂന്നും ദേശീയ അടിയന്തരാവസ്ഥകൾ പിൻവലിച്ചത് BD ജെട്ടി 1977. ഇനി അടുത്തത് 1975-ലെ 1975-ലെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ എന്ന് ചോദിച്ചാൽ ഷാ കമ്മീഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനകത്തൊന്നും ഒരു പോയിന്റ് പോലും നമുക്ക് കളയാൻ ഒക്കത്തില്ല, എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, ഈ സംസ്ഥാന അടിയന്തരാവസ്ഥ അനുച്ഛേദം 356. സംസ്ഥാന അടിയന്തരാവസ്ഥ അനുച്ഛേദം എത്രയാണ്? 356 ആണ് സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. നമുക്ക് ഇത്തിരി ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. സംസ്ഥാന അടിയന്തരാവസ്ഥ അനുച്ഛേദം 356. സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്ര എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 356 ആണ്. സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? ആർട്ടിക്കിൾ 356. ഓക്കെ,
സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 356. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് അനുച്ഛേദം 356 പ്രഖ്യാപിക്കുന്നത്. കാരണം ആർക്കും ഭൂരിപക്ഷമില്ല, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു കോംപ്രമൈസിന് തയ്യാറാവുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് അനുച്ഛേദം 356 പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കപ്പെട്ടാൽ എത്ര കാലയളവിനുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണമെന്ന് ചോദിച്ചാൽ 2 മാസത്തിനുള്ളിൽ. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കപ്പെട്ടാൽ എത്ര കാലയളവിനുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണം എന്ന് ചോദിച്ചാൽ എത്ര കാലയളവിനുള്ളിലാണ്? 2 മാസത്തിനുള്ളിൽ. രാഷ്ട്രപതി ഭരണത്തിന്റെ സാധാരണ കാലയളവ് 6 മാസം. ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം എത്ര മാസമേ നിൽക്കൂ? 6 മാസം. അന്നേരം നോക്കിയേ, സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356. സംസ്ഥാന ഭരണഘടനാ സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് ആർട്ടിക്കിൾ 356 പ്രഖ്യാപിക്കുന്നത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കപ്പെട്ടാൽ എത്ര കാലയളവിനുള്ളിൽ പാർലമെന്റ് അംഗീകരിക്കണം? 2 മാസം. ചോദ്യം വന്നതാണ്. രാഷ്ട്രപതി ഭരണത്തിന്റെ സാധാരണ കാലയളവ് 6 മാസമാണ്. രാഷ്ട്രപതി ഭരണത്തിന്റെ സാധാരണ കാലയളവ് 6 മാസം. 6 മാസം കൂടുമ്പോൾ പാർലമെന്റ് അനുമതി വാങ്ങണം. 6 മാസം കൂടുമ്പോൾ പാർലമെന്റിന്, അതായത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകണം, അതായത് ഇനിയും അവിടെ ആ രാഷ്ട്രപതി ഭരണം തന്നെ തുടരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം? പാർലമെന്റിന് അനുമതി വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. രാഷ്ട്രപതി ഭരണം പരമാവധി എത്ര നാൾ വരെ തുടരാൻ? 3 വർഷം. രാഷ്ട്രപതി ഭരണം പരമാവധി എത്ര നാൾ വരെ തുടരാം? 3 വർഷം വരെ തുടരാം. രാഷ്ട്രപതി ഭരണം അംഗീകരിക്കുന്നതിനും തുടരുന്നതിനും പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം ആവശ്യമാണ്. അതിന് ആരോ പാർട്ടിയൊന്നുമില്ല, എല്ലാം കൂടെ എത്ര പേര്, അതായത് എത്ര പാർലമെന്റ് അംഗങ്ങളുണ്ടോ ആ 1/3 പാർലമെന്റ് അംഗങ്ങളുടെ ഭൂരിപക്ഷം ആവശ്യമാണ് രാഷ്ട്രപതി ഭരണം, ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം അംഗീകരിക്കുന്നതിന്. രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നത് ഗവർണർമാരാണ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്ന ആരാണ്? ഗവർണർമാർ. 6 മാസം കൂടുമ്പോൾ പാർലമെന്റിന്റെ അനുമതി വാങ്ങണം. എന്തിനാണ്? ഈ പറയുന്ന നമ്മുടെ സംസ്ഥാന, അത് ഈ പോയിന്റ് ഒന്നുകൂടെ പറയാം. രാഷ്ട്രപതി ഭരണത്തിന്റെ സാധാരണ കാലയളവ് 6 മാസമാണ്. അത് 3 വർഷം വരെ പരമാവധി ഉണ്ടെന്ന് പറഞ്ഞാൽ 3 വർഷം വരെ നീട്ടിക്കൊണ്ടു പോകണമെങ്കിൽ 6 മാസം കൂടുമ്പോൾ പാർലമെന്റിന്റെ അനുമതി വാങ്ങണം. ഈ രാഷ്ട്രപതി ഭരണം പരമാവധി 3 വർഷം വരെ തുടരാം. രാഷ്ട്രപതി ഭരണം അംഗീകരിക്കുന്നതിനും തുടരുന്നതിനും പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം ആവശ്യമാണ്. രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്ന ആരാണ്? ഗവർണർമാരാണ്. ആരാണ്? ഗവർണർമാർ. രാഷ്ട്രപതി ഭരണം നിലനിൽക്കുമ്പോൾ സംസ്ഥാനത്തെ നിയമനിർമ്മാണത്തിനുള്ള ബില്ലുകളും ബഡ്ജറ്റുകളും പാസ്സാക്കുന്നത് പാർലമെന്റ്. അതായത് നമ്മുടെ 3 വർഷം വരെയൊക്കെ നിലനിൽക്കുക, അല്ലെങ്കിൽ 6 മാസം വരെയൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പിനുള്ള നിയമനിർമ്മാണവും ബഡ്ജറ്റുകളും ഒക്കെ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ എവിടെ പോകണം? പാർലമെന്റില്. അതായത് രാഷ്ട്രപതി ഭരണം നിലനിൽക്കുമ്പോൾ സംസ്ഥാനത്തെ നിയമനിർമ്മാണത്തിനുള്ള ബില്ലുകളും ബഡ്ജറ്റുകളും പാസ്സാക്കുന്നത് എവിടാണ്? പാർലമെന്റിലാണ്. രാഷ്ട്രപതി ഭരണം പിൻവലിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ഭരണം പിൻവലിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ്. അതായത് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആര് തന്നെ പിൻവലിക്കും? രാഷ്ട്രപതി തന്നെ. അനുച്ഛേദം 356 ഭരണഘടനയുടെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ. ഒന്ന് നോക്കേ, അനുച്ഛേദം 356 ഭരണഘടനയുടെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ചത് BR അംബേദ്കർ. ക്വസ്റ്റ്യൻ വന്നതാണ്. രാഷ്ട്രപതി ഭരണം പിൻവലിക്കുന്നത് രാഷ്ട്രപതിയാണെങ്കിൽ അനുച്ഛേദം 356 ഭരണഘടനയുടെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഡോക്ടർ BR അംബേദ്കർ. ഇൻട്രൊഡക്ഷൻ അത് നമ്മൾ BR അംബേദ്കറിനെ കണ്ടു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്.